ഇന്നത്തെ പരിപാടി കോഴികൾക്ക് കുറച്ച് തീറ്റ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ക്യാബേജ് നട്ട സ്ഥലമായിട്ടത്. ഇവിടെ കുറെ ക്യാബേജ് ഒക്കെ നമ്മൾ പറിച്ചു കഴിഞ്ഞ് അപ്പൊ ലാസ്റ്റ് നമ്മൾ നിർത്തിയത് കുറച്ചുണ്ട്. ഇവിടെ ചീര നടാനായിട്ട് നമ്മൾ ഏരി എടുത്ത് ഇങ്ങനെ വരികയാണ്. ഇവിടെ കൊത്തിയിട്ടില്ല, ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ കുറെ ക്യാബേജ് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നൊക്കെ കാണാം. ഇതൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം. ഇതിൽ ചിലത് നല്ലതും ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ഒരു തലക്കുന്ന് എല്ലാം ഇങ്ങനെ എടുത്തു വരാം. ഒക്കെ കഴിഞ്ഞതാ, ഇങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ഇങ്ങനെ കളയാതെ വെച്ചത് എന്താ അറിയോ, ഇതിനൊക്കെ ഇടയ്ക്ക് നല്ല കേബേജ് കിട്ടും കേട്ടോ. പുറമെ കാണുന്ന പോലെയല്ല, നമ്മളിങ്ങനെ കണ്ട് പൊട്ടിച്ചെടുക്കുക. എല്ലാം എടുത്തിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. നല്ല വെയിലായതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടല്ലേ, ഇങ്ങനെ കേബേജിന്റെ കട്ട് ചെയ്ത് കുറ്റി നിർത്തിയതിലൊക്കെ കണ്ട ഇങ്ങനെ പുതിയത് ഇങ്ങനെ ഇല വരും. പക്ഷെ അതിന് ചൂട് കൂടിയിട്ട് റെഡിയായി കിട്ടൂല. ഐസ്ക്രീം വെച്ചോണ്ട് ഇങ്ങനെ കോണായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിങ്ങനെ കോഴികൾക്ക് തീറ്റയായിട്ടൊക്കെ നിർത്താന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാ കേട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് കിട്ടും ചെയ്യും, നല്ലത് കിട്ടുന്നുണ്ട്. ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ വയ്യ. അതിലൊക്കെ ചീഞ്ഞു പോയിട്ട് ഇങ്ങനെ ആയിരുന്നു. ഒക്കെ ചൂട് കൂടിയിട്ട് വരുന്നതാണ്. അതൊക്കെ പോയതാ. നല്ല ചീഞ്ഞ് നമ്മൾ എടുക്കുന്നില്ല, അല്ലാത്ത ഒരുവിധമൊക്കെ നമ്മൾ എടുത്തു നോക്കാം. അതൊന്നും പറ്റില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ഏരി വരുമ്പം ഇവിടെയൊക്കെ കൊത്തി കളയൂട്ടോ. അങ്ങനെ പറിച്ച് കളയാന്ന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിലൊക്കെ നല്ല ക്യാബേജ് കിട്ടും. ചെറിയ ക്യാബേജ് ആയിരിക്കും. അതുണ്ട്, ഞാൻ പറയാന്ന് വെച്ചിട്ടാ. ഇപ്പത്തെ ക്യാബേജിനെ കുറച്ച് നാരിങ്ങനെ കൂടി വന്നിട്ടുണ്ട്. മൂപ്പ് കൂടിയിട്ട് പരമാവധി മൂത്ത ക്യാബേജ് അത്. ഇതിനൊക്കെ നല്ലത് കിട്ടും. എന്തായാലും നമ്മൾ ലാസ്റ്റ് ചെത്തിയിട്ട് കാണിച്ചു തരാം. ഈ സ്ഥലത്തുണ്ട് നമ്മൾ പുല്ല് നട്ടത്. ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് നല്ല ചെരുവാട്ടോ. അപ്പൊ മണ്ണിടിച്ചും വരാതൊക്കെ നമ്മൾ കുറെ മുന്നേ നട്ട പുല്ല, CO3 പുല്ലാട്ടത്. ഇപ്പോഴാണ് നമ്മൾ സൂപ്പർ നേപ്പിയർ ഒക്കെ നടൽ തുടങ്ങിയത്. ഇത് ആദ്യമേയുള്ള കൂട്ടം. നമ്മളിങ്ങനെ ആവശ്യത്തിന് അങ്ങനെ വെട്ടിയെടുക്കും. ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ ആവശ്യത്തിനുള്ള പുല്ല. അപ്പൊ താഴെ നമ്മൾ പുഴ കാണുന്നുണ്ട്. ഇവിടെ ചെരുവിൽ കാണൂലല്ലേ, കുറച്ചിങ്ങോട്ട് പോയ പുഴ കാണാം കേട്ടോ. കാണുന്നുണ്ടോ? ഈ സൈഡിലോട്ട് വന്നാൽ കാണാം. ഇവിടെയൊക്കെ നല്ല ഷെയ്ഡായി. ഇപ്പൊ നമ്മള് മുളയൊക്കെ വെട്ടി വീണ്ടും ഇപ്പൊ മുള കയറി വരുന്നുണ്ട് കേട്ടോ. വെള്ളം കാണുന്നുണ്ടല്ലേ, നല്ല ഹൈറ്റിലാണ് നമ്മുടെ സ്ഥലം ഉള്ളത്. ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ കാണപ്പോഴ വീണ്ടും നമ്മളെ ഓടയും ഇല്ലിയൊക്കെ അല്ല മുളയൊക്കെ വന്നിട്ട് ഇങ്ങനെ അടഞ്ഞു പോയി ഇവിടെ. അപ്പൊ നമ്മളെ കടവ് മോട്ടറൊക്കെ വെച്ചത് ആ സൈഡിലാണ്, അത് ഇവിടുന്ന് കാണൂല. അപ്പൊ പുഴ പോയി ചാടാൻ തോന്നുക, അത്രയ്ക്ക് ചൂടുണ്ട്. നമുക്കിനി ആ സൈഡിൽ കുറച്ചുണ്ട്. ഇവിടെ ഒരു തെങ്ങിന്റെ പട്ട ഉണ്ട്, ഇത് വെട്ടി കൊടുക്കട്ടെ, ഉണക്കപ്പട്ട. ഇതൊക്കെ ചോല വരും. ഇപ്പൊ പുല്ലിലായാലും പച്ചക്കറിയിലായാലൊക്കെ തെങ്ങിന്റെ പട്ടം ഓറ് വന്ന ചോല. ഇനി ഇതാ ഈ ലെവലിലൊക്കെ നമ്മൾ ഏരി എടുത്ത് ഇത് എവിടം വരെയാണ് നമ്മൾ പച്ചക്കറി നട്ട് നിർത്തുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ആര് തലേന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഇത്രയും ദൂരം ഇവിടം വരെയാണ് നടുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും അത് അങ്ങോട്ട് പോകാം, അവിടെ കുറച്ചുണ്ട്. എന്തായാലും നിർത്തിയത് നല്ല കാര്യത്തിൽപ്പെട്ടു. കോഴിക്ക് തീറ്റയും പിന്നെ ഇപ്പോഴും നമുക്ക് കേബേജ് ഉപ്പേരി വെക്കാനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്ക് ഈ ഒരു സമയത്തും ആദ്യമായിട്ടാണ് നമ്മൾ കേബേജ് കൊടുക്കുന്നത്. ഇങ്ങനെ ഓൾ സീസൺ കേബേജ് നട്ടാലുണ്ടാവുന്നുണ്ട്. ഇത് നമ്മൾ ഓൾ സീസൺ കേബേജ് ഒന്നുമല്ല, എന്നാലും നമുക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ട് കാണിച്ചത്, ഇതൊക്കെ ഉണ്ടാവും. ഇവിടെ കുറച്ച് വൈകിപ്പോയി. ഇവിടെ ചെറിയ ഷൈഡുള്ള സ്ഥലമായതുകൊണ്ട് ക്യാബേജ് അത്ര വലുപ്പത്തിൽ വരാത്തതുകൊണ്ട് അങ്ങനെ നിർത്തിയതാ. അതുകൊണ്ട് ഇവിടെ കുറച്ച് പച്ചപ്പിലുണ്ട്. ഇപ്പൊ സാലഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയത് കേട്ടോ. നല്ല ഉറപ്പുണ്ട് ക്യാബേജിന്. നല്ല നാരുകൊണ്ട് കൂടിയിട്ട് നമുക്ക് ചെത്തിയിട്ട് കഴിക്കാം, വെറുതെ ചെത്തിയിട്ട് കഴിക്കാൻ നല്ലതാ. അലുത്ത് പോവില്ല, നല്ല ഒരു ബലത്തിൽ നിൽക്കും. ഇതൊക്കെ ഉണ്ട് എടുക്കാം. ഇനി നിർത്തുന്നില്ല, എന്താ വെച്ചാൽ നമ്മൾ ഏരി കൊത്തി അവിടം വരെ എത്തിയിട്ടുണ്ട്. ആ കൊത്തുന്ന കൂട്ടത്തിൽ ചീരൊക്കെ വീണ്ടും ഉണങ്ങിയിട്ടോ. നല്ല ചീരൊക്കെ ഇഷ്ടംപോലെ ചോപ്പ് ചീരൊക്കെ കാണിച്ചിരുന്നു. ഇനി വിത്തൊക്കെ ഇവിടെ ഇങ്ങനെ എന്തായാലും വീണു പോകും. ഇപ്പൊ 2 മഴയൊക്കെ കിട്ടി. മഴ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വിത്തനി താഴെ വീണ് അങ്ങനെ സെറ്റായി കിട്ടും. അപ്പോൾ ഇവിടെ ഏരി കൊത്തുമ്പോൾ പടുമുളയായിട്ട് തന്നെ അത് ആ സൈഡിലൊക്കെ ചീര മുളച്ചു തുടങ്ങിയിട്ടോ. പച്ച ചീര മുളച്ചുണ്ടോ, അവിടെ പച്ച ചീര ഉണ്ട്, ചോപ്പ് ചീരൊക്കെ മുളച്ചും വരുന്നുണ്ട്. അത് ഏരി എടുത്തതിലും ഉണ്ട്, അല്ലാത്തതിലൊക്കെ മുളച്ചിട്ടുണ്ട്. ഇനി മൊത്തം നമ്മൾ സ്ലറി അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ നല്ല സെറ്റായി കിട്ടും. അപ്പോൾ ഇവിടെ നാളെ നമുക്ക് കൊത്തുന്ന പണിയുണ്ട്. അതുകൊണ്ടാണ് ഇന്നത് തീർക്കലുമായി. ഇപ്പൊ പച്ചക്കറി വേസ്റ്റ് കോഴികൾക്ക് കുറഞ്ഞ്, ഒന്നാമത് അതാ പ്രശ്നം.
നമുക്ക് ക്യാബേജ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ഇലയുടെ വേസ്റ്റ് കിട്ടുക. ഒക്കെ ഒന്ന് ഉള്ളത് കാണുന്നൊക്കെ ചെത്തി എടുത്തിട്ട് നമുക്ക് തണലത്ത് പോയിട്ട് ക്ലീൻ ചെയ്ത് നോക്കാം. ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലത് നോക്കിയിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കിട്ടും. ഇപ്പോൾ കുറച്ച് തണുപ്പുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ഇരിക്കാനിതാ നല്ലൊരു വേരുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. എന്തായാലും കുറച്ച് നല്ലത് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ചെരിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടാൽ നിങ്ങളെനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ കേട്ടോ. പക്ഷെ കിട്ടും, കാണിച്ചു തരാം. അപ്പോൾ കോഴികൾക്കുള്ളത് നമുക്ക് ഈ കൊട്ടയക്കണ്ട് കിട്ടിയതാ. കോഴികൾക്ക് ഇങ്ങനെ ആയാലും തീറ്റ തന്നെയാണ്. നമ്മൾ ഓരോന്ന് പൊളിച്ചിടുന്നതും കഴിച്ചോളും. ഇനി ക്യാബേജ് കിട്ടൂല കേട്ടോ. നമ്മുടെ ക്യാബേജിൻ്റെ ലാസ്റ്റ് വിളവെടുപ്പുമാണ്, ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ പ്രാവശ്യം ഓൾ സീസൺ ചെയ്യാത്തതുകൊണ്ടേ ഇനി ക്യാബേജ് ഇല്ല. ഇത് നമ്മൾ ആ സീസണിൽ ചെയ്ത ക്യാബേജാണ്. ഇത്രയും ദിവസം നോക്കണം. എന്താ അറിയോ, ഇത് നമ്മളെ ആവശ്യത്തിനുള്ള പേരിക്കൊക്കെ ഉള്ള, പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റിയ ഇങ്ങനത്തെ ക്യാബേജ് കിട്ടും. ഇപ്പോൾ എടുത്തു വെക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ കുറച്ച് ദിവസം കിട്ടും. ഞാൻ പറഞ്ഞ കാണുന്ന പോലെ അല്ല, അത് പൊളിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നൊക്കെ നോക്കിട്ടോ. പൊളിച്ചു കഴിഞ്ഞാൽ വെയിലിന്റെ ചൂടാണ്ടാ ഇത്രയും നിന്നല്ലോ. അത് നമ്മൾ ഇടയ്ക്കൊക്കെ നനച്ചു കൊടുക്കുന്നതുകൊണ്ടാട്ടെ ഇങ്ങനെ പിടി. പിന്നെ മഴ കിട്ടിയിട്ട് പ്രാവശ്യം, അതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിളവെടുപ്പ് തുടങ്ങി. ഫെബ്രുവരി വിളവെടുപ്പ് തുടങ്ങിയ ക്യാബേജാണ് മാർച്ച്, ഏപ്രിൽ, ഇപ്പം മെയ് മാസത്തോടെ കിടക്കുക. 3-3.5 മാസം നമ്മൾ വിളവെടുത്തു. ഇത്രയൊക്കെ ക്യാബേജ് കിട്ടുന്നത് ഞങ്ങൾക്ക് ആദ്യമായിട്ടാട്ടോ. ഒരു സമയം വെക്കാൻ കഴിയുന്നത്. മറ്റേത് വേഗം ചീഞ്ഞിട്ട് പോകും. ഇതെന്നാലും ചീഞ്ഞാലും പൊളിച്ചു കഴിഞ്ഞാലൊക്കെ ഉള്ളിൽ നല്ലത് വരുന്നുണ്ട്. ഇതിൽ കിട്ടും. നമ്മൾ വിചാരിച്ചത് കുറച്ച് ചെറുതാവുന്നേ ഉള്ളൂ. എന്നാലും ഇനി ലാസ്റ്റ് അല്ലേ, എനിക്ക് കിട്ടാനില്ലല്ലോ. അത് ഈ ഒരു ഭാഗത്താണ് പ്രശ്നം. ചീച്ചിലുള്ള കൂടെ കിട്ടിയില്ലേ കോഴിക്കണ്ട് ഇടും ചെയ്യട്ടോ. വേറെ കാര്യം, മാക്സിമം ട്രൈ ചെയ്ത് നോക്കും. വേണ്ട, പുറത്തുള്ള ആ പ്രശ്നമേ ഉള്ളൂ. വേണ്ട, കിട്ടും. ഇങ്ങനെയുണ്ട്. അപ്പം കുഞ്ഞോട് പറഞ്ഞാൽ വേണ്ട എന്നാ ഇങ്ങനെ ഉള്ളൊന്നൊരു കുഴപ്പമില്ല കുഞ്ഞോളെ. എവിടെ ഫ്രഷ് തന്നെയാണ്. വില എന്നാ കോഴിക്ക്, അത് കമ്പനിക്ക്. ഞാൻ പിന്നെ ലാസ്റ്റ് ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ മെനക്കെട്ട് നോക്കുന്നത്. കോഴികൾക്ക് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഉപ്പേരി വെക്കാൻ കിട്ടുമല്ലോ. ഇല്ല, ഇതൊക്കെ പോയതല്ലേ, ചൂട് കൂടിയിട്ടാ. എന്നാൽ നല്ല ടൈറ്റാ. ഇന്നത്തെ ഉപ്പേരി ക്യാബേജ് അധികമൊന്നും അങ്ങനെ കുറെ വേവിച്ചാലും ഉറപ്പാണ് അല്ലേ. ഇപ്പം ഇതാണ്ടല്ലേ ഇങ്ങനെ ചെത്തുമ്പോൾ തന്നെ ഇങ്ങനെയൊന്നും അല്ല, അത്ര ഉറപ്പായിട്ട് തന്നെ ഒരു ടൈറ്റും ഉണ്ട്. പിന്നെ പൊതുവെ ക്യാബേജിന് ഒരു ഉറപ്പൊന്നുമില്ല, മൂപ്പ് കൂടിയിട്ടാ. ഏത് സാധനം മൂത്ത് കഴിഞ്ഞാൽ അങ്ങനല്ലേ. ചെറുത് കിട്ടും, എടുക്കാം. നല്ലത് മാത്രമേ പൊളിക്കുന്നുള്ളൂ കേട്ടോ. കുറച്ചൊരു പച്ചപ്പ് കാണുന്നത് ഇതുണ്ടല്ലോ, ഉറപ്പ്. ഇതുപോലെയുള്ള ഫ്രഷ് കിട്ടും ഇടയ്ക്ക്. ഇത് വേണ്ട, ഇത് ചിലപ്പോൾ കിട്ടും. ഇനി നമ്മൾ ക്യാബേജ് കൃഷി ചെയ്യുക ഓണത്തിലാണ്. ഓണത്തിലേക്കുള്ള കൃഷി ചെയ്യും. അത് നമ്മൾ പ്രാവശ്യം പോളി ഹൗസിലാണ് ചെയ്യുന്നത്, റെയിൻ ഷെൽട്ടറിലല്ല. റെയിൻ ഷെൽട്ടറിൽ നമ്മൾ കുറച്ച് വള്ളികൾ എന്തെങ്കിലും പടർത്തിയിട്ട് പോളി ഹൗസിൽ മാക്സിമം നമ്മൾ ക്യാബേജ് അത് ഓണത്തിന് കൊടുക്കാനും നമുക്ക് മഴക്കാലത്തേക്കുള്ള പച്ചക്കറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണികൾ തുടങ്ങാനാവുന്നേ ഉള്ളൂ. അത് നമ്മൾ ഓൾ സീസൺ ക്യാബേജിൻ്റെ തൈകൾ കൊടുത്തിട്ട് നട്ടു കൊടുക്കും. വെച്ചാൽ അതിന് തണുപ്പ് അധികം ഇല്ലെങ്കിലും കൂടി കിട്ടും. പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ വിഷുവിന് നമ്മളൊക്കെ ക്യാബേജ് ഇഷ്ടംപോലെ പറിച്ചിരുന്നു. അത് ഓൾ സീസൺ ക്യാബേജ് കിട്ടി. പിന്നെ പ്രാവശ്യം ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പുതിയ നട്ടു കൊടുക്കാത്തത്. എന്നാലും വിഷുവിന് ഞാൻ പറയില്ല 20 കിലോയ്ക്ക് അടുത്ത് വിഷുവിന് നമ്മൾ നല്ല ക്യാബേജ് കൊടുത്തു ഓർഡറിലൊക്കെ. പിന്നെ നമുക്ക് തന്നെ ഇത്രയും ഉപയോഗിക്കാനും കിട്ടി കേട്ടോ. അതൊക്കെ പ്രശ്നമല്ലേ, ചെറിയൊരു ഇതേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ ചെത്തിന പണി എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കുഞ്ഞോട് പോയിട്ടതാ നല്ല അടിപൊളി കാട്ടുമാങ്ങ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത് തന്നെ മരമാണ്.
ബിയമോള് സംഘം ഇപ്പൊ പോയിട്ടുണ്ട് കേട്ടോ മരത്തിന്റെ അടിയിൽ നിന്ന്. എല്ലാവരും സ്കൂളില്ലാത്തതുകൊണ്ട് മാങ്ങ പഴുത്തും തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ക്യൂവാ, ഓരോരുത്തരും മാറുന്ന ഗ്യാപ്പ് കിട്ടും. ഇപ്പൊ വീണ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതിന് കാട്ടുമാങ്ങ എന്ന് പറയും. നമ്മളെപ്പോ നമുക്ക് ഇഷ്ടംപോലെ കമന്റ് വരും ഇത് നാട്ടുമാങ്ങ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളിത് കാട്ടുമാങ്ങ എന്ന് പറഞ്ഞ് ശീലിച്ചോണ്ടാട്ടോ. എന്തായാലും ഇത് കഴിക്കട്ടെ. എത്ര ഉള്ളൂ കേട്ടോ മാങ്ങ. കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്താണിത് വെള്ളത്തിലൊക്കെ ഇടുന്നത് അല്ലേ, വെള്ളത്തിലിട്ട് പൊഴുകുന്നൊക്കെ. അപ്പൊ അതൊക്കെ ചെയ്യാനാവണേ ഉള്ളൂ, പഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് തൊലി മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു അണ്ടി തൊലി നല്ല മധുരം വെച്ചിട്ടോ. അണ്ടി ഇത്ര ഉള്ളു അണ്ടി. അപ്പം ഞങ്ങളിവിടെ ആദ്യം പറഞ്ഞ് ശീലിച്ചതാണ് ഇങ്ങനെ കാട്ടുമാങ്ങാന്ന്. ഹൈറ്റിലുള്ള മരമായിരിക്കും, ഇതുപോലെ ചെറിയ മാങ്ങയായിരിക്കും. ഇതിനാണ് നമ്മൾ കണ്ണിമാങ്ങയൊക്കെ പറിച്ചു കൊണ്ടുവരിക. അതിൽ നമ്മൾ കണ്ണിമാങ്ങയ്ക്കും കാട്ടുമാങ്ങാൻ്റെ കണ്ണിമാങ്ങ എന്ന് പറഞ്ഞിട്ട് അല്ല ഇത് നാട്ടുമാങ്ങേൻ്റെ കണ്ണിമാങ്ങ. അപ്പോൾ അവിടെ പറഞ്ഞ രീതി അങ്ങനെയൊക്കെ നാട്ടുമാങ്ങ എന്ന് അധിക സ്ഥലത്തും പറയുന്നത്. ഞങ്ങൾ ഈ വയനാട്ടിലാണ് ഞങ്ങൾ ഇതിന് കാട്ടുമാങ്ങ എന്ന് പറയുന്നത്. നമ്മൾ സൂപ്പറാണ്, പഴുത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ചെത്താനുണ്ട്, നമുക്ക് ചെത്തിയെടുക്കാം. ഇതിലൊക്കെ ഉണ്ടോ ഇത് കുറച്ച് നല്ലത് കിട്ടുന്നില്ല ആണോ. ഒരു മാങ്ങ സിമ്പിളായിട്ട് ആയിട്ട് ബിയമോൾക്കേ കളിക്കാൻ പറ്റിയൊരു ക്യാബേജാണ് ചേട്ടാ, ഉപ്പേരി വെച്ച് കളിക്കാൻ. ഈ പോയപ്പം കിട്ടുക ബിയമോൾ എടുത്തുകൊണ്ടുപോകും. ഓള് ഐസൊക്കെ ഇപ്പൊ കളിക്കാനും ഉപ്പേരി വെക്കും. അപ്പൊ എല്ലാം ചെത്തിയിട്ടിട്ട് കോഴിക്ക് ഒരു കൊട്ട ഫുള്ളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ലാസ്റ്റ് ക്യാബേജ്. ഇതിന് അടുത്തുള്ള ആർക്കും വേണമെങ്കിലൊക്കെ കൊടുക്കും ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ കുറച്ച് ദിവസം ഇനി ക്യാബേജ് ഉപ്പേരി നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് വെക്കാം. കഴിഞ്ഞു എനിക്ക് ക്യാബേജ്. ഇനി ഞാൻ പറഞ്ഞാൽ അടുത്തത് നമ്മൾ ഓണത്തിന് ഉണ്ടാക്കിയിട്ട് വേണം ക്യാബേജ് ആയി കിട്ടാൻ. ഇപ്പൊ പോകുന്ന വഴിക്ക് നമുക്ക് കോഴികൾക്ക് കൊടുത്തിട്ട് പോട്ടോ. നമ്മളെ കാട്ടുമാവിന്റെ മരത്തിന്റെ അടിയിൽ എത്തിയിട്ടോ. മരം കാണുന്നല്ല, നല്ല ഹൈറ്റും നല്ല വെളിച്ചം. മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം മൊത്തം പൂത്തു, ഇപ്രാവശ്യം 1-2 കൊമ്പിലേ ഉള്ളൂ. പക്ഷെ നല്ല മാങ്ങ പിടിച്ചിട്ടുണ്ട്. കുറച്ച് സ്പീഡ് പോയത് വെയിറ്റ് ഉണ്ട്. കുഞ്ഞോളെ വീഡിയോ എടുത്തിട്ട് ഒപ്പം എത്തുന്നില്ല, ഞാൻ വേഗം നടന്ന് ഇത് വിടക്കട്ടെ. കോഴികള് കട്ട വെയിറ്റിങ്ങില്ല. ഈ ഒരു സമയം ഇപ്പം കൂടുതൽ കൊടുക്കുന്ന ഇപ്പൊ അസോള കേട്ടോ. അസോള ഉണ്ട്, പച്ചക്കറി വേസ്റ്റ് കുറവാ. എല്ലാരും വരും. ഇത് പിന്നെ നമ്മള് ബേസണിൽ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അവരെന്തായാലും തട്ടിയിടും. അപ്പൊ ഇങ്ങനെ നിരത്തിട്ട് കൊടുത്താലും കൊത്തി കഴിച്ചോളും. കുറച്ച് അപ്പുറത്ത് ഉള്ളിലുള്ള കോഴികളുണ്ട്. നമ്മള് മുന്നേ വീഡിയോ കാണിച്ച കുഞ്ഞുങ്ങൾ പേടിച്ചോ, മുന്നേ വീഡിയോ കാണിച്ച കുഞ്ഞുങ്ങളാട്ടത് ഒക്കെ വലുതായി പേശ സെറ്റ് ആയി. ഇനി ഈ ഷെഡിലേക്ക് മാറ്റണം. ബാക്കി നമ്മൾ അപ്പുറത്തെ ഷെഡിലും കുറച്ച് കൊടുക്കാണ്ട്. ഇതേ അട വെച്ചിട്ടുണ്ട് മുട്ട, അതിൽ നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കൊണ്ടുവച്ചൊരു പഴയ കസേര ഇവിടെ. ഇതെവിടെ കോഴി അട ഇരിക്കുന്നുണ്ട് മുകളില്. നമ്മൾ അപ്പുറം ഷെഡ് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയില്. അപ്പം ഇന്നത്തെ വീഡിയോ ചിലപ്പം എല്ലാവർക്കും അങ്ങനെ എന്താ പറയാ ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളെ വീഡിയോസ് ഒക്കെ എങ്ങനെ ആയിരിക്കും, നമ്മൾ ചെയ്യുന്ന പണികളാണ് നമ്മൾ വീഡിയോ ആയിട്ട് ഇടുക. നിങ്ങൾ ഒരിക്കലും കുറച്ച് ക്യാബേജ് ഒക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ക്യാബേജ് ഒക്കെ പറിച്ചൊരു വീഡിയോ ചെയ്യുന്ന അങ്ങനെ വിചാരിക്കരുത്. ഞങ്ങൾ നാളെ നമുക്ക് ഭാഗത്തേക്ക് കൊടുക്കാം. നാളെ നമുക്കവിടെ ഏരി കൊത്തി ചീരൊക്കെ നട്ടു കൊടുക്കാനും പാവാനൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മളിത് തീർത്തി വെച്ചു. അപ്പൊ കോഴികൾക്ക് തീറ്റയായി. ഇങ്ങനെ ഓരോ ദിവസം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുപ്പ് നമുക്കില്ല. നമ്മളെ പണികൾ നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യും. അപ്പൊ എന്താ ചെയ്യുക, ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, നല്ല സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പൊ പല വീഡിയോസും വരും. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം പല ദിവസം പല രീതിയിലായിരിക്കും. അപ്പൊ ഇന്നിതാണെങ്കിൽ നാളെ അടുത്ത പണിയായിരിക്കും. അപ്പൊ നമ്മളൊരു ഇന്റഗ്രേറ്റഡ് ഫാമാണ്, അതായത് സമ്മിശ്ര കൃഷിയാണ്. അതിൽ മേഖലയുണ്ട്, കാർഷിക മേഖല എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന അതിൽ മത്സ്യം എല്ലാം ഉണ്ട്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഓരോ പണികൾ വ്യത്യസ്തമായിട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം.